ഇപ്പോൾ ഡാർക്ക് നെറ്റ് വഴി നടക്കുന്ന ഇടപാടുകളുടെ കണക്കുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. മേഖല എന്ന് പറയുമ്പോഴും അന്വേഷണങ്ങളുടെ കുറച്ച് പ്രകാശം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് കുറെ പേരെയൊക്കെ പിടികൂടാൻ നമുക്ക് കഴിയുന്നു. 2021 വർഷത്തിൽ ക്രിപ്റ്റോ ഇടപാടുകൾ നടന്നത് 49 എണ്ണമാണ്. കൊറിയറുകളുടെ എണ്ണം അത് നമുക്കറിയാം, ഈ മയക്കുമരുന്നുകൾ അടക്കം വരുന്നത് 250 കേസുകളാണ് 2021. 2022 8 ക്രിപ്റ്റോ കേസുകൾ ഇതുവഴിയുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 240 കൊറിയർ ഇടപാടുകളും വെളിച്ചത്തായിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് വഴിയുള്ള കൊറിയർ ഇടപാടുകളും വെളിച്ചത്തായിട്ടുണ്ട്. 2023 21 ക്രിപ്റ്റോ ഇടപാടുകളാണ് നടന്നത്. 241 കൊറിയറുകളുടെ എണ്ണം ഉണ്ടായി. 2024 ഏപ്രിൽ വരെയുള്ള കണക്കാണ്. ഇനിയുള്ള കണക്കുകളൊക്കെ നമുക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ ഒരു വർഷത്തെ. 2024 ഏപ്രിൽ വരെ 11 കേസുകൾ ക്രിപ്റ്റോ ഇടപാടുകൾ നടന്നു. 35 കേസുകൾ കൊറിയറുകളുടെ എണ്ണവും. അതിനുശേഷമാണ് ഇപ്പോൾ സമീപകാലത്ത് പിടികൂടിയ കേസുകളുടെയൊക്കെ കണക്ക് ഈ പട്ടികയിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഡാർക്ക് വെബ് വളരെ സജീവമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിലെ എഡിസൺ, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഈ എഡിസനെ പിടികൂടിയപ്പോഴാണ് ഇങ്ങനെ കേരളത്തിൽ ഒരു വീട്ടിലിരുന്ന ആ വീട്ടുകാർ പോലും അറിഞ്ഞില്ല, ഇന്ത്യയിലെ തന്നെ ഡാർക്ക് വെബിലെ ക്രൈം കാര്യങ്ങളിൽ ഏറ്റവും 1-ാം നമ്പർ എന്ന നിലയിലേക്ക് ഒരു മലയാളി ചെറുപ്പക്കാരൻ എത്തിപ്പെട്ടു എന്നത് അത്ഭുതത്തോടെയും ഭയത്തോടെയും ഒക്കെയാണ് എല്ലാവരും കേട്ടത്.